ഒരു വശത്ത് ദുബായ് എയർ ഷോയിലെ വലിയ നഷ്ടം എടുത്തു പറഞ്ഞ് വേദനിപ്പിക്കുന്ന ഒരു കൂട്ടം, മറുവശത്ത് എയർ ഷോ അപകടത്തിൽ നഷ്ടപ്പെട്ട ധീരനായ വൈമാനികനെ ഓർത്തുള്ള വിഷമം കടിച്ചമർത്തി ധീരതയോടെ നിൽക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഒരു കൂട്ടർ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് തളർന്നു പോകുന്നതല്ല നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിന്റെ ഒരു ദുരന്ത അവസ്ഥയിൽ പഴിക്കുകയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ നഷ്ടത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി കള്ളനാണയങ്ങളെ ഈ ഒരു ദുബായ് എയർ ഷോ അപകടത്തെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യമാണ്. വിമാനം തകരുമെന്ന് ഉറപ്പായാൽ അതിൽ നിന്നും പൈലറ്റിന് വളരെ എളുപ്പം പുറത്തെത്താൻ കഴിയും. സ്വയം ഇജക്ട് ചെയ്ത് പുറത്തു വന്ന് പാരച്യൂട്ടിന്റെ സഹായത്തോടെ താഴേക്ക് സേഫായി ഇറങ്ങാൻ കഴിയുമെന്നിരിക്കെയും നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിന്റെ പൈലറ്റായിരുന്ന നമൻ ശ്യാൽ അങ്ങനെ ചെയ്തില്ല. ഇതിൽ നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിന്റെ ധീരതയെയാണ്. ആ പൈലറ്റ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ തേജസ് വിമാനം ആളുകൾ ഇരുന്ന സ്ഥലത്തേക്ക് ഇടിച്ചിറങ്ങിയേനെ. ഒട്ടനവധി ആളുകളുടെ ജീവൻ, സ്വന്തം ജീവൻ ത്യജിച്ചാണ് ആ വൈമാനികൻ കാത്തുരക്ഷിച്ചത്. ആ ഒരു സംഭവത്തിലൂടെ രാജ്യത്തിന്റെ പേര് വാനോളം ഉയരുകയാണ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തലകുനിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നവർക്ക് ഒരു ചുട്ട മറുപടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. രാജ്യം വലിയൊരു ദുരന്തത്തിൽ നിന്നും പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും രാജ്യത്തിന്റെ വളർച്ചയും വികസനവും അഭിമാനവും ഉയർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. പുതിയൊരു വമ്പൻ കരാറിന് തിരികൊളുത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. പുതിയൊരു യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കുന്നതിലേക്ക് കടക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ. ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ സഫ്രാനുമായാണ് ഇത്തവണ നമ്മുടെ രാജ്യം കൈകോർക്കുന്നത്. 120 മുതൽ 140 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ക്ലാസിൽ അടുത്ത തലമുറ യുദ്ധവിമാന എഞ്ചിൻ സംയുക്തമായി വികസിപ്പിക്കുന്നതിനായാണ് ഫ്രാൻസുമായി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഒരു നാഴികക്കല്ലായ കരാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പുതിയ എഞ്ചിൻ സിസ്റ്റം പൂർണ്ണമായും ഇന്ത്യൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റോടെയാകും നിർമ്മിക്കുക. അതായത് എഞ്ചിനിൽ പൂർണ്ണമായും ഇന്ത്യയുടെ ഉടമസ്ഥത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കരാറുകൾ നിർമ്മിക്കുന്നത്. അതായത് നൂതന സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡ് നിർമ്മാണവും അതുപോലെ തന്നെ ഹോട്ട് സെക്ഷൻ ഡിസൈനും ഉൾപ്പെടെ നിർണായക എഞ്ചിൻ സാങ്കേതിക വിദ്യകളുടെ 100% വിവരങ്ങളും സഫ്രാൻ DRDOയ്ക്ക് കൈമാറും. അതുപോലെ തന്നെ ഹോട്ട് സെക്ഷൻ ഡിസൈനും ഉൾപ്പെടെ നിർണായക എഞ്ചിൻ സാങ്കേതിക വിദ്യകളുടെ 100% വിവരങ്ങളും സഫ്രാൻ DRDOയ്ക്ക് കൈമാറും. ഉയർന്ന ത്രസ്റ്റ് അതുപോലെ തന്നെ ഉയർന്ന ഇന്ധനക്ഷമതയുള്ള എഞ്ചിൻ എന്നിവയാണ് എടുത്തു പറയേണ്ട സവിശേഷതകൾ. ഇനി ഈ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനുകൾ ഇന്ത്യ ഏതൊക്കെ യുദ്ധവിമാനങ്ങളിലാകും ഉപയോഗിക്കുക? പറഞ്ഞുതരാം. ഫ്രാൻസുമായി കൈകോർത്ത് ഇന്ത്യ നിർമ്മിക്കുന്ന ഈ എഞ്ചിൻ ഇന്ത്യയുടെ തദ്ദേശീയ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് AMCA MK2 മറ്റ് ഭാവി യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കായാണ് വരുന്നത്. ഒരു എഞ്ചിൻ വികസിപ്പിക്കുക എന്നത് ചെറിയ കാര്യമല്ല. എത്ര രൂപയാണ് ഈ എഞ്ചിൻ വികസനത്തിനായി രാജ്യം ചിലവഴിക്കുക? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷനും ഫ്രാൻസിന്റെ സഫ്രാനും ചേർന്ന് നിർമ്മിച്ച ഈ കരാറിന്റെ മൂല്യം ഏകദേശം 61,000 കോടി രൂപയാണ്. അതായത് $7 ബില്യൺ. സഫ്രാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പൂർണ്ണ സാങ്കേതിക കൈമാറ്റം ഈ സഹകരണത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഈ കരാറിന്റെ ശ്രദ്ധേയമായ ഭാഗം. ഇത് വെറും ഒരു കരാറായി കണ്ടു കളയാനാകില്ല. ഇത് ഇന്ത്യക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 100% സുതാര്യതയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ 100% സാങ്കേതിക കൈമാറ്റവും അതുപോലെ തന്നെ 100% സ്വത്തവകാശവും നൽകുന്ന ഒരു കരാറാണ്. ഇന്ത്യക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കരാർ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി എന്ന് മുതലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. 2028ഓടെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗിന് വേണ്ടി 5 പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് 2032ഓടെ സർട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കുന്നുണ്ട്. 2035 മുതലാകും പൂർണ്ണ തോതിലുള്ള സീരിയൽ ഉൽപാദനം ആരംഭിക്കാൻ പോകുന്നത്.